അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് PCOD ഉള്ള സ്ത്രീകൾക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാകും, അവർക്ക് ഓവുലേഷൻ ഉണ്ടാവുകയില്ല, അത് കാരണമായി ഇൻഫെർട്ടിലിറ്റി ഉണ്ടാവാം. പിന്നെ അവർക്ക് ക്രമാതീതമായി ആൻഡ്രോജൻസിൻ്റെ അളവ് കൂടുതലായിരിക്കും, ഈസ്ട്രജൻ്റെ അളവ് കൂടുതലായിരിക്കും, അത് കാരണം പീരിയഡ്സ് ഉണ്ടാവില്ല. പിന്നെ ഈ വളർച്ച നിന്ന ഈ ഫോളിക്കിളുകളിൽ വെള്ളം നിറഞ്ഞിട്ട് അത് സിസ്റ്റായിട്ട് മാറാം. അങ്ങനെ ഒരു പോളിസിസ്റ്റിക് അപ്പിയറൻസ് ഓവറി നോക്കിയാൽ കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് PCOD. ഇനി ഇത് എങ്ങനെ ചികിത്സിക്കാം? നമ്പർ 1 ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ലൈഫ് സ്റ്റൈലിലുള്ള മാറ്റം വരുത്തുക എന്നുള്ളതാണ്. ലൈഫ് സ്റ്റൈലും ഭക്ഷണ രീതിയും മാറ്റിയാൽ തന്നെ ബാക്കിയുള്ള പ്രശ്നങ്ങൾ ഓരോന്നായിട്ട് ശരിയായിട്ട് വരാൻ തുടങ്ങും. ഈ ലൈഫ് സ്റ്റൈലും ഭക്ഷണ രീതിയും നമ്മൾ മാറ്റാതെ വേറെ എന്തൊക്കെ തലകുത്തി മറിഞ്ഞാലും ഈ അസുഖം മാറില്ല. നമുക്ക് വേണമെങ്കിൽ പീരിയഡ്സ് കറക്റ്റാകാനുള്ള ഗുളിക കുടിക്കാം. അത് കുടിക്കുമ്പോൾ പീരിയഡ്സ് കറക്റ്റാകും, നിർത്തുമ്പോൾ പിന്നെയും പഴയ പോലെ ആകും. കാരണം അണ്ടർലൈങ് ആയിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ഇൻസുലിൻ റെസിസ്റ്റൻസിന് യാതൊരു